അസ്സലാമു അലൈക്കും. അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സത്യത്തെ മുറുകെ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിശാചിൻ്റെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഈമാൻ മുറുകെ പിടിച്ചേ പറ്റുള്ളൂ. അഥവാ യഥാർത്ഥ സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ലാത്തോടത്തോളം കാലം നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റൂല. അധ്യായം 7 സൂറ അഹ്റാഫിലെ 2-ാമത്തെ ആയത്ത് മുതലാണ് പറയുന്നത്. നബിയെ, നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമത്ര ഇത്. അതിനെ സംബന്ധിച്ച് നിന്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായിരിക്കരുത്. അത് മുഖേന നീ താക്കീത് നൽകുവാൻ വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ഉത്ബോധനം നൽകുവാൻ വേണ്ടിയുമാണിത്. സത്യവിശ്വാസികൾക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടിയിട്ടും താക്കീത് എന്തിനാ കൊടുക്കുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ യഥാർത്ഥ സത്യത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമാണെന്നുള്ളൊരു താക്കീത്. നമുക്ക് എന്തും സംഭവിക്കാം. അതിവിടെ ആയാലും അവിടെ ആയാലും നമ്മുടെ പരാജയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കായി അവതരിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. അവന് പുറമെ മറ്റു രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത്. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പം നമ്മളെ രക്ഷിതാവ് ആരാണ്? ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളെ ജീവൻ നിലനിർത്തുന്ന സൃഷ്ടാവാണ് നമ്മുടെ രക്ഷിതാവ് എന്ന സത്യം. എന്നാൽ അവൻ നമ്മളെ കൂടെ ഉണ്ട്, നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്. ഈ അറിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ സൃഷ്ടാവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എത്രയോ രാജ്യങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലോ അവർ ഉച്ചയുറക്കത്തിലായിരിക്കുമ്പോഴോ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നു ഭവിച്ചു. അവർ നമ്മുടെ ശിക്ഷ വന്നു ഭവിച്ചപ്പോൾ ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ദൂതന്മാർ ആർക്കിടയിലേക്ക് അയക്കപ്പെട്ടുവോ അവരെ തീർച്ചയായും നാം ചോദ്യം ചെയ്യപ്പെടും. അയക്കപ്പെട്ട ദൂതന്മാരെയും തീർച്ചയായും നാം ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനെയും ആ സമുദായത്തിലുള്ള ആളുകളെയും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ആ ഒരു സമയം വിശ്വസിച്ചവർക്ക് ഉപകാരമാവും. അല്ലാത്തവരുടെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ശരിയായ അറിവോടുകൂടി നാം അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ്. ഒരിക്കലും നമ്മുടെ അസാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്ന്. ഓരോ പ്രവാചകന്മാരയക്കുന്ന സമയത്തും അള്ളാഹുവിൻ്റെ സാമീപ്യം അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം അള്ളാഹിൻ്റെ സാമീപ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം. എന്നാൽ നമ്മൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നതും അള്ളാഹു പറഞ്ഞിട്ട് അതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ആര് അറിയുന്നുണ്ട്? സൃഷ്ടാവ് അറിയുന്നുണ്ട്. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ 10 പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം ഭൂമിയിൽ സ്വാധീനം നൽകുകയും നിങ്ങൾക്ക് അവിടെ നാം ജീവിത മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന്. അപ്പം നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ഭൂമിയിലുണ്ട്. നമുക്ക് ചുറ്റിലൊന്ന് കണ്ണോടിച്ചാൽ തന്നെ മതി. കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന്.